പാകിസ്ഥാനിലും ചടുലമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഇസ്ലാമാബാദിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയുന്നത് പോലെ അവിടെ പാകിസ്ഥാൻ മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും യുദ്ധം അകലെയല്ല എന്നൊരു തോന്നൽ പാകിസ്ഥാനിലും വന്നിട്ടുണ്ട്. സിനാജ് തന്നെ പറയൂ, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇസ്ലാമാബാദിൽ ഒരു മന്ത്രിസഭാ യോഗം, അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ഇന്ത്യയിൽ ഏതായാലും അത്തരം മന്ത്രിസഭാ യോഗങ്ങൾ ഇന്ന് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തും സമാനമായ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ തന്നെ അവരുടെ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞതാണ് ഇന്ത്യ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇന്നിപ്പോൾ അവരുടെ മറ്റു മന്ത്രിമാർ കൂടി അതേ പ്രതികരണം നടത്തുന്നു. വാർത്താവിനിമയ മന്ത്രി ആവട്ടെ ഏതാണ്ട് 36 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ആക്രമണം നമുക്ക് നേരെ ഉണ്ടാകും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി UN ഇക്കാര്യം അറിയിച്ച് ഒരു സഹായം തേടിക്കൊണ്ട് അങ്ങോട്ട് ചെന്നത്. അന്റോണിയോ ഗുട്ടറസിനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഫോണിൽ വിളിക്കുകയും ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് അന്റോണിയോ ഗുട്ടറസ് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ ഫോണിൽ വിളിച്ച് നിലവിലെ സാഹചര്യങ്ങൾ ചോദിച്ചറിയുകയും പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇന്ത്യ ഏതായാലും മുന്നോട്ട് തന്നെയാണ്, പുറകോട്ട് ഏതായാലും ഈ ഘട്ടത്തിൽ പോകുന്നില്ല. ഇന്നലെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാരടക്കം ഉള്ളവരുമായി സൈനിക മേധാവിമാരെ വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി നടത്തിയ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ലഭ്യമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ദൃഢനിശ്ചയമാണ് ഈ ഭീകരവാദത്തിനൊരു മറുപടി നൽകുക എന്നത്. അതുകൊണ്ട് ഇന്ത്യ ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതേസമയം പാകിസ്ഥാനെതിരെ ഭീകരവാദത്തിനെതിരെ തയ്യാറാക്കുന്ന പദ്ധതികൾ ഒരിടത്തും ഒരു പാളിച്ചയും ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചകളിലൊക്കെ ഉള്ളത്. ഏതായാലും സൈന്യത്തിന് പൂർണ്ണ അധികാരം ഈ കാര്യങ്ങളിൽ നൽകിയതോടെ സൈന്യം വർദ്ധിത വീര്യത്തോടെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.